അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഖബർ കെട്ടിപ്പൊക്കൽ മുസ്ലിം ഉമ്മത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഖബർ കെട്ടിപ്പൊക്കൽ മഹാന്മാരുടേത് പ്രത്യേകമായിട്ട് ചെയ്യൽ അങ്ങനെ എന്തെങ്കിലും സുന്നത്തായിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യം. 2 കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഖബർ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം മുസ്ലിം ഉമ്മത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിശദീകരണം ഇന്നലെ നടന്ന സംസാരത്തിൽ ഈ ഉള്ളവൻ സൂചിപ്പിച്ചിരുന്നു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം തുടങ്ങി മദീനയിൽ പ്രബോധനം അവസാനിപ്പിച്ച് വഫാത്താവുന്നതിൻ്റെ ഇടക്ക് ലോകത്ത് ഉള്ള എല്ലാവർക്കുമുള്ള ദഅവത്ത് അറിയിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുന്ന് പ്രബോധനം തുടങ്ങിയപ്പോഴുള്ള അവസ്ഥയല്ലായിരുന്നു ലോകത്തുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങുന്ന സമയത്ത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒന്നാകെ പരന്നു കിടന്നിരുന്ന വ്യത്യസ്ത ഗല്ലികളായി വ്യത്യസ്ത ഗോത്രങ്ങൾ, വ്യത്യസ്ത മഠങ്ങളെ കേന്ദ്രീകരിച്ച് ആ മഠങ്ങളിൽ തങ്ങളുടെ മൂർത്തികളെ സ്ഥാപിച്ച് അതിനോടനുബന്ധിച്ച പല ആരാധനാ കർമ്മങ്ങളും മെനഞ്ഞെടുത്ത് ആ ആരാധനകളും ആഘോഷങ്ങളുമൊക്കെ നടത്തി അതിനിടക്ക് കഅബാലയം ഇടക്ക് സന്ദർശിച്ച് ഉംറയോ ഹജ്ജോ നിർവഹിച്ച് അവിടെയും അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവർക്കുമുള്ള ആരാധനകളൊക്കെ ചെയ്ത് ഒരു വിഗ്രഹാരാധന ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നത്. എന്നാൽ അപ്പുറത്തൊരു മഹാസാമ്രാജ്യമായിട്ടുണ്ടായിരുന്ന റോമക്കാർ, അവർ ക്രിസ്തീയ ആദർശം അഥവാ ഇന്ന് നിലനിൽക്കുന്ന വിവിധ ക്രിസ്തീയ ആദർശങ്ങളിൽ പ്രതിമകളെ, കുരിശിനെ ആരാധിക്കുന്ന ശിർക്കൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ക്രിസ്തീയ ആദർശത്തെ ഔദ്യോഗിക മതമായി കണ്ട റോമൻ സാമ്രാജ്യമുണ്ടായിരുന്നു. അവർക്ക് പ്രതിമകൾക്കും കുരിശുകൾക്കുമൊപ്പം കെട്ടിയുയർത്തിയ ഖബറുകൾ നബിമാരുടെയോ മഹാന്മാരുടെയോ പേരിൽ അവർ ആരാധിച്ചിരുന്നു. ഇപ്പുറത്ത് കടൽ കടന്നെത്തിയാൽ കാണുന്ന അബസീനിയ, ആ അബസീനിയയിലും ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസക്കാരായിരുന്നു. അവിടെ 2 or 3 വിഭാഗക്കാർ ക്രിസ്ത്യാനികൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. അവരിലും ഈ പറയുന്ന ഖബർ ആരാധിച്ചിരുന്ന, മഹാന്മാരുടെ പേരിൽ ഖബർ കെട്ടിപ്പൊക്കിയിരുന്ന വിഭാഗമുണ്ടായിരുന്നു. അതോടൊപ്പം അഗ്നി ആരാധിച്ചിരുന്ന, അതിനെ ഔദ്യോഗിക മതമായി കണ്ട മഹാസാമ്രാജ്യം പേർഷ്യയും അപ്പുറത്തുണ്ട്, ഇറാഖിനെ കേന്ദ്രീകരിച്ച്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോണ്ടായിരുന്ന അവസ്ഥ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ അഭിസംബോധന ചെയ്തിരുന്ന മക്കയിലുള്ളയോ അതുപോലെ ആ മക്കയിലേക്ക് എത്തിച്ചേർന്ന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ പരന്നു കടന്ന അറബ് മുശ്രിക്കീങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായി പറഞ്ഞത് വിഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനിടക്കാണ് റസൂൽ തൻ്റെ പ്രബോധനത്തിൻ്റെ 5 വർഷങ്ങൾക്ക് ശേഷം അബസീനിയയിലേക്ക് മുസ്ലിങ്ങൾ ഹിജറ പോയത്. ആ അബസീനിയയിലേക്ക് പോയ മുതൽക്ക് അവിടെയുള്ള ഖബറുകൾക്കെതിരെയും ദഅവത്ത് തുടങ്ങിയിരുന്നു സഹാബത്ത്. ആ അബസീനിയയിൽ അവർ കണ്ട ഖബറുകളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കിയ ഖബറുകളെക്കുറിച്ച് പിന്നീട് നബിയെ കണ്ടപ്പം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മറ്റു സഹാബത്തുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ക്രിസ്ത്യാനികളുടേതായി പരിചയപ്പെട്ടതായിരുന്നു ഈ കെട്ടിപ്പൊക്കിയ ഖബറുകൾ. ആ ഖബറുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് നമുക്ക് പറ്റുന്നതല്ല. അവരുടെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു മഹാനോ നബിയോ മരണപ്പെട്ടാൽ അവർ ആ മഹാന്റെ ഖബറിന് പ്രത്യേകം പോരിശ കൽപ്പിക്കും. അപ്പോൾ സാധാരണക്കാരിൽ നിന്ന് ഇയാൾക്ക് വ്യത്യാസമുണ്ട് എന്ന് വിശ്വസിപ്പിക്കും. ആ വ്യത്യാസം നമ്മൾ എങ്ങനെ മുതലെടുക്കണം എന്ന് ഇവരുടെ പണ്ഡിതന്മാർ ഇവർക്ക് പുതിയ രീതികൾ പഠിപ്പിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഖബറിൻ്റെ അടുത്ത് മസ്ജിദ് ഉണ്ടാക്കണം എന്നാണ്. മസ്ജിദ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ആ ഖബറിൻ്റെ അടുത്തുനിന്ന് ഞാൻ അള്ളാഹിനോട് ദുആ പ്രാർത്ഥിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഖൈറും ബറക്കത്തും എനിക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് അതിന് സൗകര്യപ്പെടുമാറ് ഇവിടെ ഇങ്ങനൊരു മഹാന്റെ ഖബറുണ്ട് എന്ന് അടയാളപ്പെടുത്താനും പരിചയപ്പെടുത്താനും ആ മഹാന്റെ മേലെ ഖബറുണ്ടാക്കണം, ആ മഹാന്റെ മേലെ ഖബർ കെട്ടിപ്പൊക്കണം എന്ന വിശ്വാസം ഈ ജൂതന്മാർക്കും ക്രിസ്ത്യാനിയാക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കെട്ടിപ്പൊക്കിയ ഖബർ എന്ന് പറയുമ്പം അവിടെ കെട്ടിപ്പൊക്കുന്നത് പള്ളിയായിരിക്കും, മസ്ജിദായിരിക്കും. ആ മസ്ജിദിൽ ചെന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നു.
അള്ളാഹിനോട്. ആ മസ്ജിദിനെയും ഈ പറയുന്ന ഖബറിനെയും കിബിലയാക്കിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വിലക്കി. അള്ളാഹിനോടാണ് ദുആ എങ്കിൽ പോലും ഈ ഖബറിന്റെ പരിസരത്ത് പാടില്ലാത്ത ലക്ഷ്യത്തിൽ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ലാ തുസല്ലു ഇലൽ ഖുബൂർ, ഖബർക്ക് തിരിഞ്ഞ് നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു. ആകെ ഖബർക്ക് തിരിഞ്ഞുള്ള നിസ്കാരം മയ്യത്ത് നിസ്കാരം നഷ്ടപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് മയ്യത്ത് നിസ്കാരം മാത്രമാണ് ഖബർക്ക് തിരിഞ്ഞിട്ടുള്ളത്. സുജൂദും റുക്കൂഉമുള്ള ഒരു നിസ്കാരവും ഖബറിന് മുമ്പിൽ വെച്ചിട്ടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദ് ഇല്ലാത്തത് തന്നെ അത് കാരണത്താലാണ് എന്നതിൻ്റെ ഹിക്മത്ത് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഈ മയ്യത്ത് നിസ്കാരം ഇവിടുന്ന് വേണ്ടി വരും, ഖബറിൻ്റെ അടുത്ത് നിന്ന് വേണ്ടി വരും. അപ്പം കാണുമ്പം ഒരു അഗ്നി ആരാധനയുടെയും ഖബറാരാധനയുടെയും രൂപമുണ്ടാവാതെക്കാനാണല്ലോ മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദ് ഇല്ലാത്തത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലപ്പോൾ അതും വേണ്ടി വരുമല്ലോ. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിൻ്റെ ഖബർ, ആ പെണ്ണിനെ മറവ് ചെയ്തു എന്ന് പറഞ്ഞപ്പം ഖബറിൻ്റെ അടുത്ത് പോയിട്ടാണ് നിസ്കരിച്ചത്. അതുകൊണ്ടാണ് നമ്മളും വൈകി വന്നാലും മറ്റൊക്കെ മറവ് ചെയ്തതിനു ശേഷം എത്തിയ ആൾക്കാർ ഖബറിൻ്റെ അടുത്ത് പോയി നിസ്കരിക്കുന്നത്. അതല്ലാത്തൊരു നിസ്കാരം ഖബർക്ക് തിരിഞ്ഞിട്ട് അള്ളാഹുവിനെ മനസ്സിൽ കരുതിയിട്ട് പോലും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പള്ളി, ആ പള്ളിയുടെ മുൻവശത്ത് ഖബറുകളാണെങ്കിൽ മറ്റു മറയില്ലെങ്കിൽ അവിടെ നിസ്കരിക്കാൻ പറ്റൂല എന്നാ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ പള്ളിയുടെ ചുമരും പോരാ, പള്ളിയുടെ ബൗണ്ടറിയും ഖബറിൻ്റെ മക്ബറുടെ ഈ ശ്മശാനത്തിൻ്റെ ബൗണ്ടറിയും വേർതിരിക്കാൻ ഒരു ഇടമതിൽ വേണം, എന്നാലേ അവിടെ നിസ്കാരം ജായിസാവുള്ളൂ എന്ന് തന്നെ ശക്തമായി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ല പള്ളിയുടെ ചുമരായാലും മതി എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. രണ്ടായാലും ചുമരില്ലെങ്കിൽ പറ്റൂല, അള്ളാഹ്ക്കുള്ള നിസ്കാരം തന്നെ പറ്റൂല. അങ്ങനെയുള്ള അവസ്ഥയെക്കുറിച്ച് അള്ളാഹിൻ്റെ റസൂല് പറയാണ് ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ. ഒരല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഖബർ തേടി പോയിനെ കുറിച്ച് തന്നെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു ഈ ജൂത ക്രിസ്ത്യാനികൾക്ക് അള്ളാഹിൻ്റെ ശാപം ഉണ്ടാവട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ പള്ളികളെ മസ്ജിദാക്കി കാഞ്ഞുന്ന. അപ്പം അവിടെ പിടുത്തം വിട്ടു വീണ്ടും. എന്നിട്ട് പിടുത്തം വിട്ടിട്ട് ആ ഖബറിൻ്റെ അടുത്ത് പോയി അള്ളാഹിനെ വിളിക്കുക എന്നുള്ളത് മാറിയിട്ട് ആ ഖബറാളിയോട് തന്നെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് ആരെത്തി? ഈ യഹൂദ നസാറാക്കളെത്തി. അങ്ങനെ എത്തിയെടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ശക്തമായി താക്കീത് ചെയ്തത്. വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്മാരും ക്രിസ്ത്യാനികളും കെട്ടിപ്പൊക്കിയ ഖബറിനെതിരെ ശബ്ദിച്ചു. എന്നിട്ട് ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അധികാരം ഇസ്ലാമിലേക്ക് വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ഏൽപ്പിക്കുകയാണ്, കെട്ടിപ്പൊക്കിയ ഖബറുണ്ടെങ്കിൽ നീ അത് പൊളിക്കണം എന്ന്. കാരണം അറേബ്യൻ ഉപഭൂഖണ്ഡം മൊത്തം ഇസ്ലാമിലേക്ക് വരുമ്പം ആ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ജൂതന്മാർ താമസിച്ചതും മറ്റും ആയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്, ഒക്കെ ഇസ്ലാമിൻ്റെ കയ്യിലായി. ആ ഇസ്ലാമിലേക്ക് വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം നിർദ്ദേശിച്ച കാര്യമാണ് കെട്ടിപ്പൊക്കിയ ഖബറുകൾ പൊളിക്കണം. ആരുതാ കെട്ടിപ്പൊക്കിയിരുന്നത്? മഹാന്മാരുടേത്. സാധാരണക്കാരുടെ ഒരു പൊക്കലുണ്ട്. ഇപ്പോഴത്തെ ക്രിസ്തീയ ശ്മശാനങ്ങൾ നോക്കിയാൽ അവർ സാധാരണക്കാരും പൊക്കും, പക്ഷെ മഹാന്മാർക്ക് പ്രത്യേകം പൊക്കും. ഒന്നും നോക്കണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് മുഴുവനും നിരത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ലാമിൽ അതിൻ്റെ അഡ്രസ്സ് ഇല്ലാതായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിന് മുമ്പ് തന്നെ റസൂൽ വഫാത്താവുമ്പം കെട്ടിപ്പൊക്കിയ ഒറ്റ ഖബറും ഇസ്ലാമിക ബൗണ്ടറിയിലില്ല. റോമയിലുണ്ടേനു. റോം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ഇസ്രായേൽ ഫലസ്തീന് അടങ്ങുന്ന ആ ഒരു പ്രദേശം മുതൽ തുടങ്ങുന്ന ഒരു വലിയ സാമ്രാജ്യം അവിടെ ഉണ്ടായിരുന്നു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിൻ്റെ അധികാരം വന്നതിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ടായിരുന്നു, പക്ഷേ ഇസ്ലാമിലില്ലായിരുന്നു. ആ ഇസ്ലാമികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭൂമിയെ പരിപൂർണമായി വളർത്തിയെടുത്തതിന് ശേഷമാണ് ഈ ലോകത്ത് നിന്ന് ഹിജറ 11 അവിടുന്ന് വഫാത്താവുന്നത്. അതിനുശേഷം ഭരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, ഉമർ റളിയല്ലാഹു അൻഹുവാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്, അലി റളിയല്ലാഹു അൻഹുവാണ്. ഇവർക്കൊക്കെ ശേഷം ഒരു 6 മാസം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഭരിച്ചു. 4 ഖലീഫമാർ, പണ്ഡിതന്മാർ പറയും 5 ഖലീഫമാർ പറയും. 4 ഖലീഫമാർ നമ്മൾ ഈ പറഞ്ഞവരാണ്. 5ാമത്തെ ഒരു ഖലീഫനെ പറയാമെങ്കിൽ അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. 6 മാസമാണ് അദ്ദേഹം ഭരണം നടത്തിയത്. 6ാമത്തെ മാസം കഴിഞ്ഞ് ആ ഭരണം അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അന്ന് മുതലാണ് അത് അമവി ഖിലാഫത്ത് അല്ലെങ്കിൽ ഉമവി ഖിലാഫത്ത് എന്നറിയപ്പെട്ടത്. ഹിജ്റ 41 അന്ന് ഇസ്ലാമിക ഭരണം. ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറേബ്യൻ ഉപഭൂഖണ്ഡവും വിട്ട് റോമയിലേക്കും പേർഷ്യയിലേക്കും ഒക്കെ ഇസ്ലാം വികസിച്ചു. ഇസ്ലാം വികസിച്ച് ഈ പറയുന്ന റോമയിൽ ക്രിസ്ത്യാനികൾ കൈയടക്കിയിരുന്നിടത്ത് അവിടെ ഇസ്ലാമിൻ്റെ വിജയാഹ്ലാദങ്ങൾ മുഴങ്ങി. പിന്നെ പേർഷ്യൻ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം കടന്നു കയറി, അവിടൊക്കെ ഇസ്ലാം പ്രചരിച്ചു. അങ്ങനെ ആ അമവി ഖിലാഫത്ത്, അതിനുശേഷം ഹിജ്റ 132 അബ്ബാസി ഖിലാഫത്ത് ഉണ്ടാവുന്നത്.
അബ്ബാസി ഖിലാഫത്തിന്റെ സമയത്ത് വീണ്ടും ഇസ്ലാമിക പ്രവിശ്യ വികസിച്ചു. വീണ്ടും ഇസ്ലാമിക പ്രവിശ്യ വികസിച്ച് അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ദർഗകളില്ലാത്ത, ഖബറുകൾ കെട്ടിപ്പൊക്കാത്ത ഒരു മഹാസാമ്രാജ്യത്തിനാണ് അന്ന് ചരിത്രം സാക്ഷ്യം കുറിച്ചത്. അങ്ങനെ അബ്ബാസി ഖിലാഫത്ത് വികസിക്കുകയും അബ്ബാസി രാജാക്കന്മാർക്ക് ഇച്ഛാബോധം പലർക്കും നഷ്ടപ്പെട്ടു തുടങ്ങും ചെയ്തപ്പം ഇസ്ലാമിൻ്റെ തനതായ ശൈലികൾ പലതും നഷ്ടപ്പെട്ടു തുടങ്ങി. ആ നഷ്ടപ്പെട്ടു തുടങ്ങിയ അവസരത്തിലാണ് ഈ സാമ്രാജ്യത്തെ, ഇസ്ലാമിക സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ അന്നും ഇന്നും പിന്നെ കണ്ണും കാതും മിഴിച്ചു നിന്നുകൊണ്ടിരുന്ന ഷിയാക്കൾ അവർ അവസരം മുതലാക്കിക്കൊണ്ട് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഈ അബ്ബാസി ഖിലാഫത്തിൽ നിന്ന് അടർത്തി മാറ്റി ഒരു പ്രൈവറ്റ് സൈന്യത്തെയും കൊണ്ട് അവർ അബ്ബാസി ഖിലാഫത്തിൽ നിന്ന് കുറച്ച് പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. എന്നിട്ട് അവർ അവിടെ ഭരണം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച ഭരണത്തിൻ്റെ പേരാണ് ഫാത്തിമിയ ഭരണം, ഉബൈദിയ ഭരണം എന്നൊക്കെ അറിയപ്പെട്ട ഭരണം പ്രഖ്യാപിച്ചു. ഭരണം പ്രഖ്യാപിച്ചപ്പം അവർ 5 പുത്തൻ വാദങ്ങൾ തുടങ്ങി. ആ പുത്തൻ വാദത്തിൽ ഒന്ന് മൗലിദാഘോഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെയും അഹ്ലുബൈത്തിൻ്റെയും പേരിലുള്ള മൗലിദാഘോഷം. ആ മൗലിദാഘോഷങ്ങൾ അവർ നടത്തി. മറ്റൊന്ന് അവർ നടത്തിയതാണ് ഈ ജാറങ്ങൾ കെട്ടിപ്പൊക്കുക, കുബ്ബ നിർമ്മിക്കുക എന്ന പണി. അന്ന് മുതൽ റസൂൽ എന്തൊന്ന് പാടില്ലെന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞോ അത് ഷിയാക്കൾ തുടങ്ങി. ഷിയാക്കളാണ് ആ ജാറം കെട്ടിപ്പൊക്കൽ മുസ്ലിം എന്ന വിഭാഗത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നത്. പക്ഷെ അന്ന് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് സുന്നിയാളും ഉണ്ടായിരുന്നു. ഇവിടെ സുന്നി മുജാഹിദ് എന്ന് പറയുന്ന സുന്നിയല്ല. പിന്നെയോ ഷിയാക്കൾക്ക് വിരുദ്ധമായ അബൂബക്കർ സിദ്ദീഖിനെ 1ാമത്തെ ഖലീഫയായി അംഗീകരിക്കുന്ന, ഉമർ റളിയല്ലാഹു അൻഹുവിനെ 2ാമത്തെ ഖലീഫയായി അംഗീകരിക്കുന്ന ഷിയാക്കൾക്ക് വിരുദ്ധമായ സുന്നികൾ, ആ സുന്നികൾ ഭരിച്ചിരുന്ന, സുന്നികളുടെ നേതൃത്വമായിരുന്ന അബ്ബാസി ഖിലാഫത്ത്. പിന്നീട് പല ഖിലാഫത്തുകൾ വന്നപ്പോഴും അവരൊക്കെ സുന്നികളായിരുന്നു. ആ സുന്നികളടുത്തേക്ക് പിന്നെ സൂഫിസം കയറി. സൂഫിസം കയറിയപ്പം ആ സൂഫിസം വഴി പറയും ഞങ്ങൾ സുന്നിയാളാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് 1ാമത്തെ ഖലീഫ. പക്ഷെ ഓരെടുത്ത ആചാരം മുഴുവൻ ഷിയാക്കൾ ഇത് കോപ്പിടിക്കാൻ തുടങ്ങി. പല രാജാക്കന്മാരും ആ സൂഫി പണ്ഡിതന്മാർക്ക് പച്ചക്കൊടി കാണിച്ചു. അങ്ങനെ ഷിയാക്കൾ കൊണ്ടുവന്ന ഈ പുത്തനാചാരങ്ങൾ സൂഫികൾ വഴി ഇസ്ലാമിലേക്ക് എത്തിത്തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ മൗലിദാഘോഷം ഇങ്ങോട്ട് കയറി, ജാറം കെട്ടിപ്പൊക്കൽ ഇങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ അതിനെ ന്യായീകരിക്കണ പലരുണ്ട്. എന്ത് വന്നാലും 2 അഭിപ്രായം ഉണ്ടാവല്ലോ. ആൾക്കാർ പറയും സ്വന്തം അമ്മാനെ തച്ചാലും 2 അഭിപ്രായം ഉണ്ടാവും. ഓനെ തല്ലണ്ടില്ലേ, എന്തുണ്ടെങ്കിലും ഓൻ്റെ അമ്മയല്ലേ, അല്ലെങ്കിൽ ആ തള്ളക്ക് കിട്ടണ്ടേന്ന് 2 അഭിപ്രായം ഉണ്ടാവും. എന്തിനും 2 അഭിപ്രായത്തിൻ്റെ കാല എന്ന പോലെ. അപ്പോൾ ജാറം കെട്ടിപ്പൊക്കി വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അതിൽ 2 അഭിപ്രായക്കാരുണ്ട്. കാരണം 2 തരം ഉലമാക്കളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാണല്ലോ. ഒന്ന് അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ ഉലമാക്കൾ ഉണ്ടാവും, അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത് സമുദായത്തിന് പകർന്നു കൊടുക്കുന്ന. 2ാമത്തെ ഒരു വിഭാഗം പിന്നെ യഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി, ജനങ്ങളെ സ്വത്ത് അന്യായമായി തിന്നുന്ന ഉലമാക്കളും ഉണ്ടാവും. അതിൻ്റെ ഇടക്ക് ഇത് 2ൽ നിന്നും മിക്സ് ആയിക്കൊണ്ട് ആകെ ആശയക്കുഴപ്പത്തിലായെന്ന കുറച്ച് ഇൽമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ആളുകളും തൻ്റെ ഇൽമിനെ ഈ അന്യായത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തു. അത് അന്യായമാണെന്ന് ബോധ്യപ്പെട്ടപ്പം പല പണ്ഡിതന്മാരും അതിനെ ചോദ്യം ചെയ്തും രംഗത്ത് വന്നു. പക്ഷെ പിന്നീട് എന്തുണ്ടായി? 2 അഭിപ്രായങ്ങളായി. ആ ജാറത്തിന് ന്യായീകരിക്കണവരുണ്ടായി. ഒരു ന്യായീകരിച്ചൊരു വർത്താനാണ് ചോദ്യത്തിലെ 2ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരെ ഖബറിന് ബാധകല്ല, അത് സാധാരണക്കാരെ ഖബറിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് എന്നൊരു ന്യായം കണ്ടു. അതിനാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ജൂതന്മാർ ഓരെ കണ്ടിട്ടാണല്ലോ റസൂൽ ഇതിൻ്റെ വർത്താനം തന്നെ പറഞ്ഞത്. ആ ജൂതന്മാർ കെട്ടിപ്പൊക്കിയത് അവരിലെ മഹാന്മാരുടെ, അതാണ് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, ഒരു നബിമാരെ ഖബറിനെ ഒരു കെട്ടിപ്പൊക്കി. ആ നബിമാരെ മേലെ ഒരു മഹാനില്ലല്ലോ, ആ നബിമാരുടെ മേലെ ഇനി ഒരു മഹാനെ പറയാനില്ല. അപ്പോൾ ആ നബിമാരെ കെട്ടിപ്പൊക്കിയോ ആ നബിമാരെ ഖബറിനെ കുറിച്ചാണ് പറയണത്. അത് പൊളിച്ചു മാറ്റണം എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ വർത്താനത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ആ ന്യായങ്ങളൊക്കെ പിന്നീട് എന്തിനും ന്യായീകരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന പോലെ ഇതിനും ചിലരൊക്കെ വന്നപ്പം സ്വാഭാവികതയിൽ കടന്നു വന്ന ന്യായമാണ്. പ്രമാണത്തിലേക്ക് തട്ടിച്ചു നോക്കിയാൽ, പ്രമാണത്തിലേക്ക് അതിനെ മാറ്റുരച്ചു നോക്കിയാൽ അങ്ങനെ ഒരു 2ഉം വേർതിരിച്ച് വെക്കുന്ന ഒരു രേഖ നമുക്ക് പ്രത്യേകം കാണാനില്ല. അതുകൊണ്ട് മഹാൻ്റെതെന്നോ സാധാരണക്കാരൻ്റെതോ എന്ന ഒരു വ്യത്യാസം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല.